ഷാഫി പറമ്പിൽ എംപിക്കെതിരായ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധത്തിനെതിരെ ക്ലിഫ് ഹൌസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുകയാണ്. മാനസ മനോജ് തത്സമയ വിവരങ്ങൾ നൽകാൻ ചേരുന്നു. മാനസ, വലിയ അക്രമം യൂത്ത് കോൺഗ്രസ് അഴിച്ചുവിടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം? തീർച്ചയായും അസിത, കഴിഞ്ഞ ഷാഫി പറമ്പിൽ എംപിയെ തടഞ്ഞു വെക്കുമെന്ന് ആരോപിച്ചാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. ക്ലിഫ് ഹൌസിലേക്കായിരുന്നു മാർച്ച് ഉണ്ടായിരുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നുവെങ്കിൽ കോൺഗ്രസ് അതോടൊപ്പം തന്നെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മാർച്ചിൽ ഉണ്ടായിരുന്നു. മാർച്ച് ക്ലിഫ് ഹൌസിലേക്ക് എത്തുന്നതിനിടയിൽ തന്നെ വഴിയോരത്തുള്ള ഫ്ലക്സ് ബോർഡുകളും അതോടൊപ്പം തന്നെ സൂചനാ ബോർഡുകളും ഒക്കെയും തന്നെ നശിപ്പിച്ചുകൊണ്ടാണ് പ്രവർത്തകർ ക്ലിഫ് ഹൌസിലേക്ക് മാർച്ചുമായി എത്തിയത്. പന്തം കൊളുത്തിയുള്ള ഒരു പ്രതിഷേധം തന്നെയായിരുന്നു. പന്തം പോലീസുകാർക്ക് നേരെയും അതോടൊപ്പം തന്നെ ജലവീരയ്ക്ക് നേരെയും പ്രവർത്തകർ എറിയുകയും പോലീസിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ പന്തം കൊണ്ടുള്ള എറിയൽ പ്രയോഗം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പിന്നീട് പോലീസ് ഈ പ്രകോപനത്തിൽ പ്രവർത്തകരെ ലാത്തി വീശേണ്ട ഒരു സാഹചര്യവും അതോടൊപ്പം തന്നെ ലാത്തി വീശുമ്പോഴും പ്രവർത്തകർക്കെതിരെ ഇത്തരത്തിലുള്ള മർദ്ദനം ഉൾപ്പെടെ പോലീസ് അഴിച്ചുവിടുന്നു എന്നാണ് പ്രവർത്തകർ ആരോപിച്ചത്. ഏതായാലും ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങളൊക്കെയും തന്നെ ഉണ്ടായ ഒരു പ്രതിഷേധം തന്നെയായിരുന്നു. വീണ്ടും ഇത്തരത്തിലുള്ള അക്രമം അഴിച്ചുവിടാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെയും ഭാഗത്ത് എന്നുള്ളത് തന്നെയാണ് പ്രതിഷേധത്തിലൂടെ അവർ തെളിയിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതിഷേധം ഇത്തരത്തിൽ സംഘർഷാവസ്ഥയിലെത്തിയപ്പോൾ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. നിലവിൽ ഇവിടെ സമാധാനപരമായ അന്തരീക്ഷമാണ്. ശരി, പോലീസിന് നേരെ തീപ്പന്തം എറിഞ്ഞായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. മാനസ മനോജാണ് വിവരങ്ങൾ നൽകിയത്.